നിന്നെ സൂക്ഷിക്കണേ. ഈ രീതിയിലുള്ള വ്യഭിചാരത്തിന്റെ മാർഗങ്ങളും നീ സൂക്ഷിക്കണേ. വശപ്പെട്ടതാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിന്റെ ജീവിതം നീ മലീമസമാക്കരുതേ, ആക്കരുതേ. വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ ചെയ്ത് വാപ്പ പ്രവാസ ലോകത്ത് നിനക്ക് വേണ്ടി സമ്പാദിക്കുകയാ. ആ വാപ്പ ഡ്രാഫ്റ്റ് അയച്ചു തന്ന പണം കൊണ്ട് മനോഹരമായ ആൻഡ്രോയിഡിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയതായ പെങ്ങളെ, സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അതിലൂടെ മോശപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് മാതാപിതാക്കൾ നോക്കുമ്പോൾ പഠിക്കുകയാണെന്നുള്ള വ്യാജേനെ മോശമായ രീതിയിലേക്ക് നീ പോയാൽ 6 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. സലാസം ഫിദ്ദുന്യാ വസലാസം ഫിൽ ആഖിറ. വ്യഭിചരിക്കാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരെ, ചെറുപ്പക്കാരെ, മനസ്സിലാക്കണേ പെങ്ങളെ, സഹോദര, നിനക്ക് ദുനിയാവിലും 3 കാര്യമാണ്, ആഖിറത്തിലും 3 രീതിയിലുള്ള ശിക്ഷയാണ്. 3 കാര്യങ്ങൾ ദുനിയാവിലുണ്ടാകും, ആഖിറത്തിലും 3 കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ടോട്ടൽ 6 കാര്യങ്ങൾ വ്യഭിചരിക്കുന്നവരുണ്ടാകും. പഠിച്ചോ. ഇത് നാളത്തേക്ക് വെക്കണ്ട, ഇതന്നെ പഠിച്ചോ. ദുനിയാവിലുണ്ടാകുന്ന 1ാമത്തെ കാര്യം ഏതാണ്? അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ അല്ലാഹു ചുരുക്കി കളയുമത്രേ. വീടില്ല ഉസ്താദേ, ഉണ്ടാവുകയില്ല ഇലാ യൗമിൽ ഖിയാമ വീട്. നീ ഈ രീതിയാണ് അവലംബിക്കുന്നത് എങ്കിൽ, നിന്റെ മക്കൾ ഈ ശൈലിയാണ് പോകുന്നതെങ്കിൽ, ഉസ്താദേ റാഹത്തായി ആഹാരം പാനീയം നടത്താൻ അവസ്ഥയില്ല, പൈസയില്ല, പണമില്ല, റിസ്ഖില്ല, വിഭവങ്ങളെല്ലാം കുറവാണ്. നിന്റെ ജീവിതത്തിൽ വ്യഭിചാരമുണ്ടോ? അശ്ലീലമായ പടം കാണൽ നിന്റെ ജീവിതത്തിലുണ്ടോ? അന്യ പെണ്ണിനോടുള്ള സംസാരം നിന്റെ ജീവിതത്തിലുണ്ടോ? അവളുമായിട്ടുള്ള ഓഡിയോ ചാറ്റിംഗ് ആകട്ടെ, വീഡിയോ ചാറ്റിംഗ് ആകട്ടെ, അവളുമായിട്ടുള്ളതാകുന്ന എഴുത്തുകുത്തുകളാകട്ടെ, ഏത് രീതിയിലായിരുന്നാലും നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുകയാണ്. ഭക്ഷണത്തിലുള്ളതാകുന്ന ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. ഒന്നും അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ എന്ന് പറയും. അതിനെന്ത് വേണം? ഈ പരിപാടി അങ്ങ് നിർത്തിക്കോ. ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഈ പരിപാടി നിർത്തിക്കോ. ഇന്ന് തന്നെ നിർത്തണം, നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ നിർത്തണം. എല്ലാ ഉപമാരും ചെക്ക് ചെയ്യണം. കൊടുത്ത മൊബൈലിൽ പറഞ്ഞ പരിപാടികളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ വേഗം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക, എടുത്ത് കളയുക. മക്കളെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുക. അല്ല ഫോൺ എടുത്ത് കൈ കൊടുത്ത് ആ റാഹത്ത്. ഇനി കൊല്ലം കഴിഞ്ഞിട്ട് മോൻ ഫോണിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയോ, വാ ഇന്ന ഉമ്മ ഒട്ടിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കലല്ല. ആ മോനെ വാ ഭക്ഷണം വെച്ചേക്കുന്നത്, മത്തി പൊരിച്ചത് വേണോ, എന്താ വേണ്ടത്, അവന് എല്ലാം വാങ്ങിച്ചു കൊടുക്കും. കൈക്കോറ വേണോ, എന്താ വേണ്ടത്, എല്ലാം കൊടുത്തോ. മക്കൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിഴച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരെയും കുറിച്ചല്ല, ചില ആളുകളാണ്, ചിലരാണ്. അവരെ നന്നാക്കാൻ വേണ്ടിയാണല്ലോ വാഴ്. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 2 ദുനിയാവിലുണ്ടാകുന്ന 1ാമത്തത് എന്താണ്? റിസ്ഖിൽ ബർക്കത്ത് പോകും. 2 നുഖ്സാനുൽ ഉംരി, ആയുസ് ചുരുങ്ങുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആയുസ് ചുരുങ്ങും. അങ്ങനെയാണ്. അല്ലാഹു കാക്കട്ടെ. വിചാരം എന്ത് ചുരുക്കും? ആയുസ് ചുരുക്കും. 60 വയസ്സ് വരെ അള്ളാഹു ഏകിയിരുന്നതാ ആയുസ്. പക്ഷെ ഇവൻ ചെറുപ്പത്തിലെ ഈ പോലത്തിലുള്ളതാകുന്ന ശൈലി അവലംബിച്ചതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവളുടെയും ആയുസ് അങ്ങ് ചുരുക്കി. 20 വയസ്സായപ്പോൾ തന്നെ മയ്യിത്തായി. കണ്ടിട്ടില്ലേ എത്ര ചെറുപ്പക്കാർ വണ്ടിക്കടി പോകുന്നത്, അപകടത്തിൽ പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുക്കാൻ. അള്ളാഹു എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് നമ്മൾക്ക് അള്ളാഹു കാക്കട്ടെ. 3ാമത്തത് വൽ ബുഗ്ളി ഫീ ഖുലൂബിൻ നാസ് ഫഇന്നഹു യദ്ഹിബുൽ ബഹാ. മനുഷ്യരുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോട് വലിയ ദേഷ്യമായിരിക്കും, അവനെ വലിയ ഇഷ്ടമില്ല. 10 പേരുടെ മുന്നിൽ കാണുമ്പോൾ ചില പിള്ളേരെ കുറിച്ച് ആൾക്കാർ എപ്പോഴും കുറ്റം പറയാവുള്ളൂ. ഇവൻ എന്തുവാണ് ഈ കോല, ഇവന്റെ മുടിയൊക്കെ വെട്ടിയിട്ട് എത്ര നാളായി, എന്തവന്, അവനൊന്നും പറയണ്ട. ആൾക്കാരുടെ മുന്നിൽ അവനൊരു വിലയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. 10 പേരുടെ മുന്നിൽ ഒരു പരിപാടിക്ക് വന്നാൽ അവനെ ആരും മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ചെറുപ്പക്കാരനുണ്ടോ, ഒരു സഹോദരിക്കുണ്ടോ? 10 ആളുടെ മുന്നിൽ വന്നു നിന്നാൽ ഒരു തീരെ മൈൻഡാക്കൂല. എന്താ ജനങ്ങൾക്കിടയിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയത്തിൽ അവരോട് ദേഷ്യമിട്ട് കൊടുക്കും, ക്രോധമിട്ട് കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ആക്കട്ടെ. ആഖിറത്തിലുണ്ടാവുന്ന 3 കാര്യങ്ങൾ പഠിക്കണേ. ദുനിയാവിൽ ഇങ്ങനെ റിസ്ക് വിശാലാവൂല, എപ്പോഴും കുടിസ്, ദാരിദ്ര്യമായിരിക്കും. എപ്പോഴും ദാരിദ്ര്യം. വ്യഭിചരിക്കുന്നവർക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തല്ല, ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല വിചാരം. ഫോണിൽ കാണൽ, അന്യപെണ്ണുമായിട്ട് സംസാരിക്കുക. ചില ആളുകൾക്കുണ്ട് അന്യപെണ്ണിനെ കാണാൻ വേണ്ടി തന്നെ അവൻ സമയം ചെലവഴിക്കും, വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും, മണിക്കൂറുകളോളം നിലകൊള്ളും.
അതുകൊണ്ട് സ്ത്രീകളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. പുരുഷന്മാരെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ, ചെറിയ മക്കൾ, അവരെ പഠിക്കാൻ വേണ്ടി വിട്ടവരെ വളരെ ശ്രദ്ധിക്കണം. വലിയവരെന്തായാലും പോയി, നമ്മുടെ മക്കളെങ്കിലും സാലിഹ്യങ്ങളാകണം. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് ഇങ്ങനെയുള്ള സംഗതികളുണ്ടോ? ഈ ഒരു ആപ്പ് ക്ലബ് ഹൗസ് മാത്രമല്ല, ഇപ്പൊ ഞാൻ കാണിച്ചതാകുന്ന 10-21 ആപ്പുകളൊക്കെ അപകടങ്ങളാണ്. ഇതൊക്കെ അപകടം വരുത്തി വെക്കുന്നത്. അപ്പൊ ആഖിറത്തിലുണ്ടാകുന്നത് ഒന്ന് റബ്ബി, അള്ളാഹുവിന്റെ കോപമാണ്, കോപമാൻ. അള്ളാഹു അവനോട് ദേഷ്യം വെക്കുമത്രേ. ദുനിയാവിൽ മനുഷ്യരാണ് അവനോട് ദേഷ്യം വെക്കുന്നത് എങ്കിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങുന്നതായ വ്യക്തിയാണ് ദുനിയാവിൽ വിചരിക്കുന്നവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് വശിദ്ദത്തുൽ ഹിസാബ്, അത് കഠിനമായ വിചാരണയാണ്, വിചാരണയാണ്. അതികഠിനമായ നിലയിൽ അല്ലാഹു അവനെ വിചാരണ ചെയ്യുകയാ. അവനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളാണ്. തീർന്നില്ല. അത് കഴിഞ്ഞാൽ മൂന്നാമതായി കടത്തിവിടുക വദ്ദുഖൂലി ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് കാല് പിടിച്ചിട്ട് ഒറ്റയേറി. അല്ലാഹു ആക്കട്ടെ. എന്താ കാര്യം? അവന്റെ ദുനിയാവിലെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹു പറഞ്ഞതനുസരിച്ചില്ല. ഖുർആനും ഹദീസും ഓതിയിട്ട് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടും തന്റെ മക്കളെ ശ്രദ്ധിക്കാതെ എന്റെ മോൻ പിഴക്കില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസിച്ചുകൊണ്ട് നടന്നതാകുന്ന മാതാപിതാക്കളാണ്. അവസാനം കേരിക്കേണ്ട അവസ്ഥ വന്നു. ഞാനൊരിക്കലും ഇതിൽ പെടൂല, എന്റെ ഉമ്മ ഞാൻ അതിൽ പെടൂല എന്നൊക്കെ പറഞ്ഞ് ഉമ്മയുടെ മുന്നിൽ ചാഞ്ചാടി നാടിയതാകുന്ന സഹോദരി അവസാനം ഇതിൽ പെട്ടിട്ട് ആഖിറത്തിൽ വലിയതാകുന്ന ഖേദമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. പാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും വീട്ടിൽ ദാരിദ്ര്യം മാറാത്തത് എന്തുകൊണ്ട്? ആ വീട്ടിലുള്ളവരുടെ ചൈതികൾ ഈ രീതിയിലാണ് എങ്കിൽ. വാപ്പ ഗൾഫിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു, മക്കൾ വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ ഓതുന്നു, എന്നിട്ടും വീട്ടിൽ ദാരിദ്ര്യം മാറുന്നില്ല. എന്തുകൊണ്ട്? വാപ്പ ഗൾഫിലാണെങ്കിൽ വാപ്പാടെ പരിപാടി വേറെ ആണെങ്കിൽ വലിയ ഉപത്തായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു പരിപാടിക്ക് നിൽക്കണ്ട, ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കണ്ട, ഒരു അശ്ലീലമായ സ്ഥലത്തേക്കും നീ പോകണ്ട. നിന്റെ ശരീരത്തെ നീ സൂക്ഷിച്ചോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും ചേർക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.